ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മളിതാ പിന്നെ നമ്മളെ FC മൊബൈലായിട്ട് വന്നേക്കുവാണ്. സോ ഗൈസ്, അപ്പം നമ്മൾ അന്ന് ടാർഗറ്റൊക്കെ വെച്ചിരുന്നു. നമ്മൾ റൊണാൾഡോ അങ്ങനെയൊക്കെ കുറച്ച് പേര്. സോ അതിന് നമ്മൾ ഒരാളെ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് 105 ഒരു LB-നെയാണ് നമ്മൾ ലെഫ്റ്റ് ബാക്കിനെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. സോ ലെഫ്റ്റ് ബാക്ക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേരൊന്നും അറിയില്ല. സോ അവനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പം അവന്റെ ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പം. സോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, അപ്പം നമ്മളുടെ നമുക്ക് ലൈനപ്പിൽ പോവാം. അതിന് മുമ്പ് നമുക്ക് ലാസ്റ്റ് ലൈനപ്പിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ചാലഞ്ച് മോഡൊക്കെ നമുക്ക് തീർത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഞാൻ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ദെൻ ഗൈസ്, അപ്പം നമ്മളിതാ തുടങ്ങുവാണ്. സോ ഫസ്റ്റ് നമ്മളുടെ സ്കിൽ ഗെയിമാണ്. സോ ഗൈസ്, നമുക്ക് ഈ യൂറോപ്യൻ ലീഗ് ഒക്കെ നമുക്ക് ഒത്തിരി കിട്ടിയേനെ ഗൈസ്. കാരണം ഒത്തിരി ആൾക്കാരെ നമുക്ക് കിട്ടിയേനെ. ബട്ട് ആ യൂറോപ്യൻ ലീഗ് ഇപ്പോൾ നിലവിലില്ല. ഇല്ലാതെ നമുക്ക് കിട്ടിയേനെ. സോ ഓക്കെ. എടാ ഇത് ഭയങ്കര ഹാടാ. എടാ അയ്യോ തട്ടി കഴിഞ്ഞു. ഇല്ല ഗൈസ്, അത് കിട്ടിയില്ല. കുഴപ്പമില്ല, ഇത് നമുക്ക് തെറ്റേക്കാം. നമുക്ക് ഒത്തിരി സമയമുണ്ട് ഗൈസ്, നമുക്ക് ഒത്തിരി സമയമുണ്ട്. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഓടിയൊന്നും വേണ്ട, നമുക്ക് പതുക്കെ ചില സ്ഥലത്ത് മാത്രം, ചില സമയത്ത് നമുക്ക് ഓടേണ്ടി വരും. ഓക്കെ, കഴിഞ്ഞില്ലേ? യെസ്. സോ അപ്പം നമ്മൾ അത് ജയിച്ചിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോവാം. സോ അടുത്തൊരു സ്കിൽ ഗെയിം ആണെന്ന് തോന്നുന്നു. സോ അടുത്തൊരു സ്കിൽ ഗെയിമാണ്. സോ 1-on-1 ഗോൾ കീപ്പർ, ഇതാണ് നമ്മളുടെ ഇത്. സോ കാരണം ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ലുക്മാൻ അല്ല, നമുക്ക് ശരിക്കും ഇതിൽ പ്രശ്നം നമ്മളുടെ അല്ലാത്തവരാണ് കേട്ടോ. അതായത് റാമറീസ് ചാൽട്രോൺ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല അവനെ കുറിച്ച് കാരണം അവനിപ്പം നമ്മൾ ലെഫ്റ്റിലാണ് നിൽക്കുന്നത്. ഞാൻ മിക്കവാറും നമ്മളെ മർഡോണയാണ് ഇറക്കാറുള്ളത്. അതായത് ക്യാമിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു വിങ് പൊസിഷനാണ് അവന് നല്ലത്. കാരണം കോർണർ കിക്കാണ് കേസ്. ഇത് തുടക്കം തന്നെ കോർണർ കിക്കാണ്. സോ പേരെനിക്ക് ക്ലിയർ അല്ല. എടാ ഞാൻ കുഴപ്പമില്ല. അയ്യോ ഇല്ല ത്രോ വന്നേ പോട്ടെ കേസ്. അല്ല, ഫൗളാണ്. ഫൗളാ എനിക്ക് തോന്നിയത് ഫൗള് വരുമെന്ന്. സോ അടിച്ചോ. നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ഗോളുടെ ഇടാണ് കേട്ടോ. നമ്മളുടെ ഗോൾ പേര് ബട്ട്ലാൻ അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. സോ പിന്നെ നിങ്ങൾ നമ്മളുടെ ഇതിന് നിങ്ങളിപ്പം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ പുതിയ പ്ലേയേഴ്സിനെ ആരെങ്കിലും വേണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ അതൊരു ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ആകും കേട്ടോ. അതൊരു ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ അപ്പം തന്നെ നമ്മൾ അവനെ വാങ്ങിക്കുന്നതായിരിക്കും. അവനെ വാങ്ങിക്കാനായിട്ട് ടാർഗറ്റ് ഒക്കെ ഇട്ട് നമ്മൾ ഇതേപോലെ. കാരണം ഇപ്പം നിങ്ങൾക്കിപ്പം എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് പുതിയ ആരെങ്കിലും ഇപ്പം ഞാൻ വരാം ബെല്ലിംഗാമിനെ വാങ്ങണമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം ബെല്ലിംഗാമിന് ഏകദേശം ഒരു 72 ആണെങ്കിൽ അപ്പം നമുക്ക് ആ 72 ആക്കുന്നവരെ നമുക്ക് നിന്നാൽ മതിയല്ലോ. എൻ്റെ ബെല്ലിംഗാം ഓൾറെഡി ഉണ്ട്, 100ന്റെ ബെല്ലിംഗാം ഉണ്ട്. സോ ലാസ്റ്റ് നമുക്ക് അവനെ ഒന്ന് റാങ്കപ്പ് ചെയ്യാം. എൻ്റെ ഈ സാധനങ്ങളില്ല. അപ്പം നമ്മളുടെ ബെക്കാം ക്രോണോളജിക്കൽസ് അത് നമുക്ക് കളിക്കണം. സോ അത് കളിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, നമുക്കിപ്പം തന്നെ ഈ കളിയിലേക്ക് പോവാം. ശരി കുഴപ്പമില്ല. സോ ഇത് നമുക്ക് മസ്റ്റ് വിന്നാണ്. നമുക്ക് ആരെങ്കിലും കിട്ടും, നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും. ഇത് ഗോള് നമ്മളുടെ മർഡോണയുടെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടോ. ഗൈസ്, അതാണ് മർഡോണ കേട്ടോ. കാരണം കർവ് സ്പെഷ്യലാണ് കേട്ടോ. അത് കർവ് ഭയങ്കര സ്പെഷ്യലാണ് മർഡോണയുടെ. കാരണം ഫ്രീ കിക്കിലും പെനാൽറ്റിയിലും എന്തുകൊണ്ടാണ് മർഡോണനെ അങ്ങനെ പ്ലേസ് ചെയ്യുന്നത്, അത്രയും പോയിന്റ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാരണം. കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡിലൻ കർവ്, ഒന്നും പറയാനില്ല, കിഡിലൻ കർവാണ്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഓട്ടോ ബില്ല് ഇട്ട് കഴിഞ്ഞാൽ ചാൽട്രോൺ ആയിരിക്കും അങ്ങോട്ട് വരുന്നത്. ബട്ട് ഞാനാണ് അത് മാറ്റി ഇങ്ങോട്ടാക്കിയത്. അതായത് ഗൈസ്, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഒരു നാൾ ഞാൻ കാണിച്ചു തരാം. ചാൽട്രോൺ അവിടെ ഇട്ടിട്ട് ഇപ്പം നിങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോ ഗൈസ്. നിങ്ങൾ ചിലപ്പോൾ OVR പറയാം, അതെനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ നോക്കിയത് ഓഫ് സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിപ്പോയി. അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതൊക്കെ വിട്ടേ ഗൈസ്. നമ്മളിപ്പോൾ ലീഡിങ് ആണ്. നമ്മൾ 2 ഗോളിന് ലീഡ് ഉണ്ട്. ഇനി എന്തായാലും നമുക്ക് 3 സെക്കൻഡ് എടുക്കും നമ്മൾ ഗോൾ അടിക്കണം. അല്ല, അവന്മാർ ഗോൾ അടിക്കണം. അതായത് 3 സെക്കൻഡ് ഒന്നും അവന്മാർക്ക് ഗോൾ അടിക്കാൻ പാടായിരിക്കുന്നതാണ്. ഇപ്പം തന്നെ നമ്മൾ മാക്സിമം ഡിഫെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ അവന്മാരും എടുക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. ബട്ട് കണ്ടോ, ചാൽട്രോൺ നിങ്ങൾ ലെഫ്റ്റിലാണ് നിങ്ങൾ കണ്ടത്.
സോ നമ്മൾ കളി ജയിച്ചു. നമുക്കപ്പം സ്പെഷ്യൽ പ്ലേയേഴ്സിനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ ഗൈസ്, അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ നിങ്ങൾ സബ് ചെയ്യാതാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കൂടി ചെയ്തേക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, സോ നമ്മളുടെ വിന്നർ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. മുള്ളർ ഓക്കെ, സ്റ്റീവസ് എന്ന് പറഞ്ഞ രണ്ടുപേരും, മുള്ളറും സ്റ്റീവസും, അവർ രണ്ടുപേരാണ് നമുക്ക് കിട്ടിയത്. സോ ഇനി നമുക്ക് ബെക്കാം ക്രോണോളജിക്കൽസിൽ പോകാം. സോ ബെക്കാം നമുക്ക് അതിന്റെ ഹീറോ ക്രോണോളജിക്കൽസ് എടുക്കാം. സോ ഗൈസ്, അപ്പം ഞാൻ ക്രോണോളജിക്കൽസ് എന്നാണ് അതിന്റെ പേരെന്ന് എനിക്കറിയത്തില്ല. സോ നേരെയാണ് ഞാൻ പറഞ്ഞതെന്നും അറിയില്ല. സോ ഗൈസ്, നിങ്ങൾക്ക് പ്ലേയേഴ്സിനാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നമുക്കൊരു 5 എണ്ണം ബാക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഇത് എന്താ പറയാ, അടുത്ത എപ്പിസോഡ് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ചാപ്റ്റർ 2 നമുക്ക് കടക്കാം. രണ്ടാമത്തെ പ്രാവശ്യം ചാപ്റ്റർ 2 കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഔട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്കാണ് ലീഡ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഗോൾ അടിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊന്ന് ശ്രമിച്ചേക്കാം അല്ലേ, അതല്ലേ ഒരു മര്യാദ. ഓ കൺട്രോൾ എടാ, ഞാൻ ബാക്കിലോട്ട് വലിച്ചവനെ. പിന്നെ ഓക്കെ, കുഴപ്പമില്ല. സോ നമുക്ക് ലീഡിങ് ഉണ്ടല്ലോ ഗൈസ്, അത്രയും മതി. കാരണം മോനെ ഓക്കെ, ലൂക്ക്മാൻ കാരണം ഇവിടെ എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ ഗൈസ് ആൾക്കാരാണ് കൂടിക്കും. ഞാൻ അതേ അഡ്വാൻറ്റേജ് ആണ് ഞങ്ങളുടെ ഡിഫൻസിൽ എടുക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ 1v1 കളിക്കാറില്ല. അതായത് നമ്മളുടെ എന്താ പറയുന്നത് വെസ്റ്റ് അറ്റാക്ക് ആയാലും മറ്റേതായാലും ഞാൻ കളിക്കാറില്ല. അങ്ങനെ ഞാൻ അധികം ആരുടെ കളിച്ചിട്ടില്ല. എന്നാൽ ഇപ്പം ഇതിന്റെ ഏടോടാണ്, അതായത് റോബോട്ടിനോടാണ് കളിക്കുന്നതെങ്കിലും ഞാൻ എപ്പോഴും അതാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡിഫൻസ് എല്ലാം ബാക്കിലേക്ക് വരിക, അത് ഏറ്റവും നല്ല പരിപാടിയാണ്. അതായത് നിങ്ങൾക്കിപ്പം ഭയങ്കര ആളായിരിക്കും ആ സമയത്ത്. ആ ഒരു ഇതിൽ നിങ്ങൾ സ്വിച്ചുകളെല്ലാം മാറിപ്പോ ആ സമയത്ത് ഇപ്പം ഏറ്റവും അടുത്തിരിക്കുന്ന ഒത്തിരി പേരുമാണ് ഗൈസ്. ഏറ്റവും അടുത്തിരിക്കുന്ന ഒത്തിരി പേരുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് മാറും, ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്ത് മാറിക്കോളും. ഞാൻ പിന്നെ ഈ ഓട്ടോയിലാണ് ഞാൻ സ്പ്രിന്റ് ആൻഡ് ടാക്കിൾ മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ ഓട്ടോയിൽ അത് ചെയ്തോളും. നമ്മുടെ ഗോൾ ചാൻസ് ആണ് നമ്മളെപ്പോഴും. കാരണം കർവ് അടിക്കാൻ നിൽക്കുവാണെങ്കിൽ എപ്പോഴും കോർണറിലോട്ട് അടിക്കാൻ നോക്കുക. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചരിച്ച്, അതായത് മർഡോൺ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മൾ മർഡോണ അടിച്ച പോലെ ചരിച്ച് പിടിച്ചടിക്കുകയാണെങ്കിൽ അത് മിക്കവാറും ഗോൾ കയറാൻ ചാൻസ്. അത് നേരെ പോയി അടിക്കുകയാണെങ്കിൽ അത് കർവായിട്ട് ചെറുതായിട്ടൊരു കർവേ കാണത്തുള്ളൂ അതിന്. അത് പോയി, കുഴപ്പമില്ല. എടാ അവര് കണ്ടോ ഇങ്ങനെ ചാൻസ് ഒരു സമയത്ത് റോബോട്ട് ആയതുകൊണ്ടാണ് ഇപ്പൊ അവന്മാരങ്ങനെ ചെയ്യാഞ്ഞത്. അതേസമയം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നല്ലേ ഗോൾ ചാൻസിനായിട്ട് അയാള് ഒത്തിരി കടന്ന് അയാൾ കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾ ഷോട്ട് ചെയ്തേ ഉള്ളൂ. സോ നമ്മൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 എങ്ങാണ്ടെണ്ണം തോന്നുന്നു, 3-4 ഉണ്ടെന്ന് തോന്നുന്നു. സോ നമുക്ക് അതും കൂടി ചെയ്ത് തീർത്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ കാണിച്ചു തരാം, എൻ്റെ ആളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളുടെ സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം. നമുക്ക് ഇന്ന് പുതിയൊരാളെ വാങ്ങിക്കണം കേട്ടോ. നമുക്കൊരു RBനെ വാങ്ങിക്കണം. സോ RBനെ വാങ്ങിച്ചതിന് ശേഷം RBനെ വാങ്ങിക്കാം. നമുക്ക് അതിന് മുമ്പ് ലൈനപ്പ് എല്ലാം കാണിച്ച് സെറ്റാക്കാം. ഇത് ലോഡിങ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് വലുതായിട്ടൊന്നുമില്ല. ഈ യൂണിവേഴ്സൽ ടോക്കൺ നമുക്ക് ഒരു ദിവസം യൂണിവേഴ്സൽ ടോക്കൺ എല്ലാം എടുത്തിട്ട് 1500 എണ്ണം കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു പാക്കേജ് കിട്ടും. അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഡയമണ്ട്സ് ഇഷ്ടം പോലെ കിട്ടും. ഡയമണ്ട്സ് വേണമെങ്കിൽ എടുക്കാം, എന്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സോ അത് നമുക്ക് ചെയ്യാം. കാരണം നമുക്കിപ്പം PSG-യുടെ ഒക്കെ നമുക്കൊരു പാക്ക് കിടപ്പുണ്ട്. അത് എടുക്കണം. നമുക്ക് ഡയമണ്ട് വേണം കേട്ടോ. എൻ്റെ കയ്യിൽ ആകെ കുറച്ച് ഡയമണ്ടേ ഉള്ളൂ, 2000 ഡയമണ്ടേ ഉള്ളൂ. അതിപ്പം മാറും കഴിയും. കാരണം ഞാൻ ഇപ്പം നമുക്കൊരു CDM-നെ കിട്ടി. സോ അത് കഴിഞ്ഞ് നമുക്ക് നമുക്ക് 2 എണ്ണം കൂടി, ഇതും അടുത്തൊരെണ്ണോട് കളിച്ചാൽ മതി. ഇതും കൂടി കളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അത് കളിക്കണ്ട, ഇത് മാത്രം കളിച്ചാൽ മതി ഗൈസ്. ഓക്കെ, ഇത് മാത്രം കളിച്ചത് കാരണം നമുക്ക് 5 എണ്ണമാണ് ഞാൻ ലാസ്റ്റ് വെക്കാൻ വിചാരിച്ചത്. സോ അത് സെറ്റാക്കാം. സോ നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് സ്കോർ ചെയ്യണം കേട്ടോ. നമുക്ക് സ്കോർ ചെയ്യണം. അത് എനിക്ക് തോന്നുന്നു നമ്മളല്ല ലീഡ്, അവന്മാരല്ല ലീഡ് അല്ലേ? അത് തന്നെ. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ചാൻസിന് നോക്കാനുണ്ട്, വേണ്ടാന്ന് വിചാരിച്ചു. ഓക്കെ എടാ മോനെ, കൊള്ളാം. പാസിംഗ് ഒക്കെ സൂപ്പറാണ്. മർഡോൺ ഈ സൈഡിലോട്ടാണ് സത്യം പറഞ്ഞത് പോകുന്നത്. നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് മാക്സിമം ഗോൾ അടിപ്പിക്കാനാണ് ഞാൻ നോക്കുന്നത്. അത് സേവ് ആയി പോയി. കാരണം ഒത്തിരി ഞാൻ അങ്ങോട്ട് ഓടിപ്പോയില്ല. ചില സമയത്ത് അത് നമുക്ക് എല്ലാവർക്കും പറ്റും.
ഓക്കെ 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 നമുക്ക് ലൂക്ക്മാൻ സോറി കെയിൻ അങ്ങനെയാണ്. കൊള്ളാടാ. അപ്പം കെയിൻ ആണെന്ന് തോന്നുന്നു, ഇവന്റെ പേര് കെയിൻ ആണെന്ന് തോന്നുന്നു. സോ നമുക്ക് ഫസ്റ്റ് നമുക്ക് ലീഡിങ് അല്ല, നമുക്ക് സമത്തിനകത്ത് ഒരു ഗോൾ ഇട്ടിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ ഡിഫെൻഡിങ് ഒരു സ്കോർ ഡിഫെൻഡിങ് ആയിട്ട് നമുക്കൊരു ഗോൾ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്കൊരു പെനാൽറ്റിയിൽ അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടി വരും. സോ നമുക്ക് ഒരു ഗോളും കൂടി എടുക്കണം. ശിവനന്മാരെ അങ്ങോട്ട് ടാർഗറ്റ്. ഓക്കേടാ, കുഴപ്പമില്ല. നമുക്ക് ഒന്നും കൂടി കെയിനെ കൊണ്ട് തന്നെ എടുക്കും. അത് തന്നെ കെയിൻ. കാരണം കെയിൻ നല്ല പ്ലെയർ ആണ്. കാരണം സത്യം പറഞ്ഞ പണ്ട് എനിക്ക് ലൂക്ക്മാൻ ആയിരുന്നു ഉള്ള ഒരാൾ. ലൂക്ക്മാൻ അല്ല, അതിന് മുമ്പ് ജാൻസൺ ആയിരുന്നു. ജാൻസൺ പിന്നെ ഭയങ്കര ബോറായി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ലൂക്ക്മാൻ എടുത്തതിന് ശേഷം എനിക്ക് ഫ്രീ ആയിട്ടല്ല, എനിക്ക് എന്തോ ഒരു സംഭവത്തിന് കിട്ടിയതാണ് ഇവനെ കിട്ടിയ. എനിക്കൊന്ന് ഡെയിലി ഇവന്റിലാന്ന് തോന്നുന്നു, അറിയില്ല, ഓർമ്മയില്ല. സോ ഇവനെ കിട്ടിയതിന് ശേഷം ഉണ്ടല്ലോ എന്റെ അറ്റാക്കിംഗ് എന്ന് വെച്ചാ പറഞ്ഞപ്പോ അതെല്ലാം പോയി. അപ്പൊ അറ്റാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അറ്റാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡിലമായി. എടാ ഈ ലാഗാണ് ഒരു പ്രശ്നം സത്യം പറഞ്ഞ കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഇത് സ്ക്രീൻ റെക്കോർഡിംഗ് കൂടി ഓൺ ആക്കുന്നോണ്ടാന്ന് തോന്നുന്നു ഈ ഒരു പ്രശ്നം വരുന്നത്. നമുക്ക് ലൂക്ക്മാനെ കൊണ്ട് അങ്ങനെ അടിക്കാൻ നോക്കാം. ഇല്ലടാ, ഇതൊരുമാതിരി എങ്ങോട്ടെങ്ങാണ്ടൊക്കെയാ പോകുന്നത്. എടാ മോനെ, നമുക്ക് ഈ റിയൽ 56 മാഡ്രിഡിന്റെ സ്പെല്ലിംഗ് ശരിയല്ല, ചുമ്മാ ഇത് വെച്ചാണ് ഒരു അക്കൗണ്ടിന് വേണ്ടി മാത്രം. പക്ഷെ ഈ ഗോൾ കേട്ടോ, ഈ ഗോൾ കിട്ടില്ലായിരുന്നു. സോ പിന്നെ നമ്മൾ ഈ ഇതൊക്കെ മാറ്റണം, നമുക്ക് പേരൊക്കെ മാറ്റി നമുക്ക് പുത്തൻ പേരൊക്കെ കാണും. സോ നമുക്ക് മർഡോണെ കൊണ്ട് ഗോൾ അടിപ്പിക്കാം കേട്ടോ. അവൻ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെയാണ് മർഡോണ കേട്ടോ. നമ്മള് ഗോള്. എടാ ഇതൊരു പ്രശ്നമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ മർഡോണ നമ്മൾ പെട്ടെന്നൊരു ചരിവ് വരുമ്പം ബാക്കിലോട്ടാ മിക്കവാറും അത് പോകുന്നത്. അവന്റെ കയ്യില. അത് നമുക്ക് 3-1 ലീഡ്. പിന്നെ നമ്മൾ പറഞ്ഞ 2 മർഡോണ ചാൻസ് ഉണ്ട്. അത്രേ ഉള്ളു. നമ്മളുടെ മർഡോണയൊക്കെ നമ്മൾ ഗോൾ അടിക്കും. അത്രേ ഉള്ളു. നമ്മൾ ഇങ്ങനെ ഗോൾ അടിച്ച് നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും. സോ 4-1 ആയിട്ടുണ്ട് നമ്മള്. സോ നമ്മള് ഏകദേശം ജയത്തിന് അടുത്തെത്തിയപ്പോണ്ട്. ഇനി ടൈമും കൂടി ഫുൾ ടൈം ആയി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിരിക്കും. സോ ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ. സോ ഗൈസ്, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേയേഴ്സിനെ ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് സൈഡ് ഓക്കെ കുഴപ്പമില്ല. അപ്പം നമുക്ക് നമ്മൾ അവനെ വാങ്ങിക്കുന്നതാണ്. സോ ഗൈസ്, അവനെ നമ്മൾ വാങ്ങിക്കുന്നതാണ്. നമുക്ക് ഗോളിയെ കൊണ്ടൊന്ന് ഗോൾ അടിപ്പിച്ചാലും. ഓക്കെ സ്കിൽ. അവൻ പൊട്ടനല്ല, അവൻ ഏയാണ് ഇങ്ങനെ സംഭവിച്ചില്ല. അടുത്തവനായിരുന്നു ഓടിച്ചെന്ന് അവിടെ ചെന്ന് അടിച്ചേനവൻ. എന്റെ പൊന്നെ, നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം. മാറ് അവന്റെ കീഴിൽ നിന്ന് മാറാം. നമുക്ക് ഒരു പ്രാവശ്യം ഗോളിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കാം ഗൈസ്. അതേപോലെ തീർന്ന്. അയ്യോ രക്ഷപ്പെട്ട്. എന്റെ പൊന്നെ രക്ഷപ്പെട്ട്. സോ ഗൈസ്, അപ്പം നമ്മള് 4-1 ജയിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി ബാക്കിയുള്ള 5 എണ്ണം നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. സോ പിന്നെ എന്റെ ലൈനപ്പ് കാണിക്കണം. പിന്നെ നമ്മളുടെ എൽ ബി ലെഫ്റ്റ് ബാക്ക്, അവൻ 105 ലെഫ്റ്റ് ബാക്ക് ആണ്. അതെ നമ്മുടെ 105 OVR ആയത് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ 105 OVR ആണ് ഇപ്പം കിടക്കുന്നത്. 104 അല്ല 105 ആണ്. സോ നമ്മൾ നേരത്തെ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, 104 നമ്മൾ OVR, ഇപ്പം നമ്മൾ 105 ആയി. അങ്ങനെ ഓരോ എപ്പിസോഡ് ഓരോന്ന് വെച്ച് എടുക്കഴിഞ്ഞാൽ കഴിച്ചു നിങ്ങൾ ആലോചിക്കും 110 വരെ ആയിക്കഴിഞ്ഞാൽ പൊന്നെ. സോ അടുത്ത 5 എണ്ണം നമുക്ക് നാളെ ചെയ്യാം ഗൈസ്. സോ എന്റെ ലൈനപ്പ് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് എന്റെ ലൈനപ്പ്. സോ ഇതിനകത്ത് ഞാൻ LB വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നീല ഒരു റെഡ് ആണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ LB. സോ അവനാണ് നമ്മുടെ LB. സോ ഇത്രേ ഉള്ളൂ. then നമുക്ക് മാർക്കറ്റിൽ പോയാലോ? നമുക്ക് മാർക്കറ്റിൽ പോവാം. അതിന് നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി നോക്കിക്കോ. സോ ഇതാണ് ഇവന്റെ പേര് എന്തോന്ന്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല. നമ്മളുടെ ഇതാണ് നമ്മളുടെ ബെല്ലിംഗ് കേട്ടോ. ഇവനെ നമുക്ക് റാങ്ക് അപ്പ് ചെയ്ത് 101 ഗൈസ്, നമ്മൾ 101 ആക്കിയിട്ടുണ്ട്. ഇവനെ റാങ്ക് അപ്പ് ലെവൽ സക്സസ് ആയിട്ടുണ്ട്.
സോ അത്രേ ഉള്ളൂ. സോ ഇംഗ്ലണ്ട് പ്ലെയർ ആണ്, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. സോ ഗൈസ് അപ്പം എടാ ഞാൻ പിന്നെ ഈ സാധനം തന്നെ എടുത്ത് വെച്ച് ഒന്നുമില്ല, ഞാൻ ഒന്നും കൂടി എടുത്തു വെച്ചു. ഓക്കെ, സോ നമ്മളെ വാച്ച് ലിസ്റ്റിൽ കിടക്കുന്ന അർണോൾഡ് കിടന്ന് വാങ്ങിക്കാം. 102 ഒരു RB കിടപ്പുണ്ട് കേട്ടോ. അവനെ വാങ്ങിക്കാം. നമുക്കെന്നാ അവനെ വാങ്ങിക്കാം. ഇവനെ വാങ്ങിക്കണം, നല്ല വിഷയം. ഇവനെ വാങ്ങിക്കാം. ഇവനെ വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് വിൽക്കാം ഇവനെ. കാരണം നമ്മൾ അടുത്തവനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവനെ വിൽക്കാം. 106 RB വാങ്ങിയെന്ന് ചിലപ്പോൾ നമുക്ക് 106 OVR കിട്ടും കേട്ടോ. സോ ഓക്കെ, അപ്പം നമ്മളുടെ ഇതൊന്ന് സെറ്റായിട്ട് നമ്മളുടെ സംഭവം സെറ്റ് ആവട്ടെ. അതിനു മുമ്പ് നമുക്ക് ഇവനാണ് നമ്മളുടെ ആള് കേട്ടോ. ഇവൻ പക്ഷെ ഇതുവരെ നമ്മൾ ഇത് സെറ്റ് ആയിട്ടില്ല, ഇവൻ ഇതുവരെ വന്നിട്ടില്ല. സോ അതുകൊണ്ട് നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡ് ഇവനെ കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.